നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന 5000-ഓളം തൊഴിലവസരങ്ങളാണ് നിലവിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലും നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്കിവിടെ കാണാം 5000-ഓളം അപ്രന്റീസ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുവാൻ പോകുന്നത്. മാർച്ച് 20 ഇന്നലെ മുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വരുന്ന ഏപ്രിൽ 3 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഏപ്രിൽ 2nd വീക്കൊക്കെ ആയിരിക്കും ഇതിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ബേസിസിലാണ് 5000-ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ കൊച്ചിൻ റീജിയണിൽ മാത്രം 65 ഒഴിവുകളും തിരുവനന്തപുരം റീജിയണിൽ 71 ഒഴിവുകളുമാണ് ഉള്ളത്. അങ്ങനെ കേരളത്തിൽ മാത്രം 136-ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 20 മുതൽ 28 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന അപ്രന്റീസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നതാണ് ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത. ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിന് മാത്രമാണ് ഈ പറയുന്ന അപ്രന്റീസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അപ്രന്റീസ് പോസ്റ്റുകളാണ്. 1 വർഷത്തേക്കാണ് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കുക. സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് 3 രീതിയിലാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുക. റൂറൽ അതുപോലെ തന്നെ സെമി അർബൻ ബ്രാഞ്ചുകളിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ പ്രതിമാസം 10,000 രൂപയായിരിക്കും നിങ്ങൾക്ക് 1 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. അലവൻസ് ആയിട്ട് 225 രൂപ എക്സ്ട്രാ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അർബൻ ബ്രാഞ്ചുകളിൽ 12,000 രൂപയും മെട്രോ ബ്രാഞ്ചുകളിൽ 15,000 രൂപയുമായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം സ്റ്റൈപ്പൻഡ് ആയിട്ട് ഈ ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ പ്രതിമാസം ലഭിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അർബൻ ബ്രാഞ്ചുകളിൽ 300 രൂപയും മെട്രോ ബ്രാഞ്ചുകളിൽ 350 രൂപയും എക്സ്ട്രാ അലവൻസും ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡിഗ്രി പൂർത്തിയാക്കി ഇതുവരെയും വർക്ക് എക്സ്പീരിയൻസ് ഒന്നും നേടാത്ത ബാങ്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് ശേഷം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും ഒരു അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കും. പിന്നീട് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഭാവിയിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തതായി അപേക്ഷാ ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. PWBD കാൻഡിഡേറ്റ്സിന് 400 രൂപയും SC ST സ്ത്രീകൾ എന്നിവർക്ക് 600 രൂപയും അതുപോലെ തന്നെ മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും 800 രൂപയുമാണ് അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടി വരിക. അപേക്ഷാ ഫീസ് കുറച്ച് ഉയർന്ന അപേക്ഷാ ഫീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ മാത്രം അപേക്ഷിക്കുക. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓൺലൈൻ വഴി അപേക്ഷിക്കണമെങ്കിൽ apprenticeshipindia.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ആൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ ഈ ഒരു വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓർ രജിസ്റ്റർ എന്നൊരു ലിങ്ക് കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ രണ്ടാമത് കാണുന്ന രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയിലേക്കും ഒരു 6 ഡിജിറ്റ് OTP വന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പോപ്പപ്പ് മെസ്സേജ് ആയിരിക്കും ലഭിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പോപ്പപ്പ് മെസ്സേജിന് താഴെയുള്ള ഓക്കെ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യാം. പിന്നീട് നിങ്ങളുടെ ഇമെയിൽ പരിശോധിക്കുകയാണെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യ എന്ന പേരിൽ നിങ്ങൾക്ക് ഒരു യൂസർ വെരിഫിക്കേഷൻ ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആക്ടിവേറ്റ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. യൂസർ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്ക് അവിടെ കാണുവാനും സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ പേജിൽ റീസെറ്റ് പാസ്വേഡ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന റീസെറ്റ് പാസ്വേഡ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID ഒരിക്കൽ കൂടി നൽകാം. തുടർന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. നിങ്ങളുടെ ഇമെയിൽ ID, കാൻഡിഡേറ്റ് കോഡ്, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നീ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കാണാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. തുടർന്ന് ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് ഈ ഒരു പേജിലെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായി ഫില്ലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ കാൻഡിഡേറ്റ് ഡാഷ്ബോർഡ് എന്ന ഭാഗത്ത് 100% ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കംപ്ലീറ്റ് യുവർ eKYC എന്നൊരു ലിങ്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്തതിനു ശേഷം സെൻഡ് OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക. വെരിഫൈ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാം, നിങ്ങളുടെ പാരന്റ് നെയിം എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്തതിനു ശേഷം ഗോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. eKYC ഡൺ സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് ഇത്തരത്തിൽ കാണാം. തുടർന്ന് ഇവിടെ കാണുന്ന OK എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻസ് അപ്ഡേറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷനാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ കാണുന്ന എഡിറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, IFSC കോഡ്, ബാങ്ക് നെയിം എന്നിവ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി ഫില്ലപ്പ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് കൂടി ഇനേബിൾ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് കാണാം. തുടർന്ന് ബാക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കാൻഡിഡേറ്റ് ഡാഷ്ബോർഡിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 50% നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നീട് വരുന്നത് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷനാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആധാർ കാർഡിൽ നൽകിയിരിക്കുന്ന മിക്കവാറും ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും വന്നിട്ടുണ്ടായിരിക്കും. അതിനു താഴെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ആഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാം. ഈ കാണുന്ന ആഡ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ 10th, +2 ഡിഗ്രി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡോക്യുമെന്റിന്റെ PDF ഫയൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. മാക്സിമം സൈസ് 4 MB ആണ്. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. തുടർന്ന് അപ്ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഓരോന്നായി എൻ്റർ ചെയ്യാവുന്നതാണ്. 10, +2 ഡിഗ്രി അങ്ങനെയുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും ആഡ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ്നെസ് 70% ആണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ളത് നിങ്ങളുടെ മദേഴ്സ് നെയിം, നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ സിഗ്നേച്ചർ ഇമേജ് എന്നിവയാണ്. മദേഴ്സ് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ നേരെയായിട്ട് അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴത്തോട്ട് വരികയാണെങ്കിൽ മദർ നെയിം എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം അമ്മയുടെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ID പ്രൂഫിന്റെ ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, മറ്റ് ഡോക്യുമെന്റ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൂടി നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുക. തുടർന്ന് ആ ഒരു ID നമ്പർ കൂടി നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. പിന്നീട് നിങ്ങളുടെ കാറ്റഗറി കൂടി സെലക്ട് ചെയ്ത് വെക്കുക. തുടർന്ന് അവസാനമായി നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി അപ്ലോഡ് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് മെസ്സേജ് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡാഷ്ബോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിന്റെ ഹോം പേജിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. തുടർന്ന് ഇവിടെ കാണുന്ന അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സെർച്ച് ചെയ്യാനുള്ള നിരവധി ഓപ്ഷൻസ് കാണാം.
ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെന്റ് നെയിം എന്നൊരു ഓപ്ഷൻ കാണാം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടാമത് കാണുന്ന ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് കറസ്പോണ്ടന്റ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് നേരെ കാണുന്ന അപ്ലൈ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ലൊക്കേഷൻസ് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും കേരളത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ അപ്ലൈഡ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പ് മെസ്സേജ് ലഭിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കേണ്ട ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫീസ് നിങ്ങൾ അടയ്ക്കുക. അങ്ങനെ ഫീസ് കൂടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷന്റെ ഡേറ്റും ടൈമും അറിയിച്ചുകൊണ്ട് ഒരു മെയിൽ കൂടി ലഭിക്കും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആ ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി സാധിക്കും. അതിന്റെ ലിങ്ക് എല്ലാം പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഇമെയിൽ വഴി അയക്കുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഓൺലൈൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീടായിരിക്കും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കുക. അത് ഇവരുടെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടൽ വഴി തന്നെയായിരിക്കും അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. എന്തായാലും താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കുക. 5000-ഓളം അവസരങ്ങളാണ് ഉള്ളത്. അപേക്ഷാ ഫീസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ മാത്രം അപേക്ഷിച്ചാൽ മതിയായിരിക്കും. എന്തായാലും ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അതുപോലെ തന്നെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. താല്പര്യമുള്ള ആളുകൾ അവസാന തീയതിയായ ഏപ്രിൽ 3 മുൻപേ തന്നെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.